ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ എസൻസ് ഓഫ് എ ഗോഡ്ലി മാൻ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ എങ്ങനെ ദൈവികമായ ഒരു പൈതൃകം വളർത്തിയെടുക്കാം. ദൈവികമായ പൈതൃകം വളർത്തിയെടുക്കുക എന്നതിനർത്ഥം ദൈവത്തിൻ്റെ മൂല്യങ്ങളെയും ദൈവത്തിൻ്റെ സ്വഭാവത്തെയും പ്രതിഫലിപ്പിക്കുന്ന ആ ഒരു ജീവിതം മനഃപൂർവ്വം കെട്ടിപ്പടുക്കുക അല്ലെങ്കിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ മക്കളെയും വരും തലമുറകളെയും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരെയും എല്ലാവരെയും ആ ഒരു ദൈവികമായ സ്വഭാവത്തെ ഉപയോഗിച്ചുകൊണ്ട് അവരെ സ്വാധീനിക്കുക, അവരെയും അപ്രകാരമുള്ള ആ ഒരു രീതിയിൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും അവരെ പ്രചോദിപ്പിക്കുകയും അവരെ അതിലൂടെ നയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഭൗതികമായ സ്വത്ത് സമ്പാദിക്കുന്നതിനേക്കാളും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പോയതിനു ശേഷവും വളരെയധികം കാലം വളർന്ന് ഫലം കായ്ക്കുന്ന ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ആ ഒരു സ്വഭാവം, ദൈവത്തെ അറിയുന്ന തലമുറ അത് വളർന്നു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം അതിന് പിന്നിൽ എഫേർട്ട് നമ്മൾ ഇപ്പോൾ കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പോയതിനു ശേഷവും വളരെയധികം കാലം നമുക്ക് ഫലം നൽകുന്ന അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഈ ഫലങ്ങളെ കാണിക്കാൻ ലോകത്തിന് നൽകുന്ന ഈ ഒരു വിത്ത് നമ്മൾ ഇന്ന് തന്നെ പാകുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ മക്കളിലും മറ്റുള്ളവരിലും നമ്മൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ആ സത്യസന്ധത, ക്ഷമ, സ്നേഹം, കരുണ, ഇങ്ങനെയുള്ള നല്ല ദൈവികമായ ഗുണങ്ങളെ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ വളർത്തിയെടുത്തിട്ട് അത് മറ്റുള്ളവരിൽ കാണിക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ സ്വഭാവത്തെ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾക്ക് നമ്മുടെ വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ജോലി സ്ഥലത്താണെന്നുണ്ടെങ്കിലും നമ്മുടെ ബന്ധങ്ങൾക്കിടയിലാണെന്നുണ്ടെങ്കിലും ആ ഒരു നമ്മുടെ സ്വാധീന മേഖലകളിലെല്ലാം നമ്മൾ ആ ഒരു സ്വഭാവത്തെ നമുക്ക് പ്രകടമാക്കാനായിട്ട് സാധിക്കും. മറ്റുള്ളവർ നമ്മുടെ നല്ല സ്വഭാവങ്ങൾ കൊണ്ട് സ്വാധീനിക്കുക. നമുക്ക് നമ്മളുടെ ആത്മീയമായ ആ ഒരു വിശ്വാസവും ദൈവത്തിൻ്റെ വചനവും എല്ലാം മറ്റുള്ളവരായിട്ട് പങ്കുവെക്കുക. അതിൽ നമുക്ക് അവരെ ആ ഒരു സ്വാധീനത്തിലൂടെ അവർക്ക് നല്ല കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുവാനും അവർക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് തന്നെ നല്ല കാര്യങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്ത് അവരെ അത് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മനോഭാവം അല്ലെങ്കിൽ ആ ഒരു സ്വാധീനം നമ്മളെപ്പോഴും നമ്മുടെ മുമ്പിൽ നിർത്തുക. കാരണം നമ്മുടെ കൂടെയുള്ളവരെ എപ്പോഴും ഉത്സാഹിപ്പിക്കുക, അവർക്ക് എപ്പോഴും അവരെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ ഉത്സാഹിപ്പിക്കുക, അവർക്ക് ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് കൂടുതൽ ചൂണ്ടി അതിലേക്ക് അവർക്ക് ആ ഒരു ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ ചില വെല്ലുവിളികളുടെ സാഹചര്യങ്ങൾ നമുക്കുണ്ടാവും. പക്ഷേ ആ ഒരു വെല്ലുവിളികളുടെ സാഹചര്യത്തിലും നമ്മളുടെ ആ ഒരു സ്ഥിരോത്സാഹം, ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തെ അനുസരിക്കുവാനും ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള ആ ഒരു സ്ഥിരോത്സാഹം മറ്റുള്ളവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ആ ഒരു സ്ഥിരോത്സാഹത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. ഇതൊരു പ്രയാസകരമായ ആ ഒരു ഘട്ടത്തിലും ദൈവത്തിൻ്റെ ആ ഒരു സ്വഭാവം നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയും സാന്നിധ്യവും നമ്മളിലുണ്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവികമായ അടിത്തറ എപ്പോഴും ആ ഒരു ദൃഢമായ അടിത്തറ കെട്ടിപ്പടുക്കുക എന്നുള്ളത്. കാരണം ദൈവത്തിൻ്റെ ആ ഒരു സ്വഭാവമാണ് അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള നമ്മുടെ ആ ഒരു ബന്ധമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അതിനു വേണ്ടിയിട്ട് നമ്മളുടെ ജീവിതത്തിലുള്ള ദൈവത്തിൻ്റെ വചനം മനഃപ്പാഠം പഠിക്കുന്നതാണെങ്കിലും പ്രാർത്ഥനയാണെന്നുണ്ടെങ്കിലും ബൈബിൾ പഠനമാണെങ്കിലും ബൈബിൾ ക്ലാസ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിനെല്ലാത്തിനും നമ്മൾ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക. അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം. അതുപോലെ ദൈവത്തിൻ്റെ വചനത്തോടുള്ള സ്നേഹത്തെ പരമാവധി വളർത്തിയെടുക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ സ്നേഹിക്കുക എന്നുള്ളത്. ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുന്നത് തന്നെയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ആ വചനം എപ്രകാരം നമുക്ക് പ്രാവർത്തികമാക്കി എടുക്കാനായിട്ട് സാധിക്കും, അത് മറ്റുള്ളവരുടെ ജീവിതത്തെ അവരുടെ ജീവിതത്തെ എങ്ങനെ സഹായിക്കാനായിട്ട് സാധിക്കും, അവരുടെ ജീവിതത്തിലും ആ ഒരു ദൈവികമായ സ്വഭാവത്തെ കൊണ്ടുവരാനായിട്ട് നമുക്ക് എന്ത് സ്വാധീനം ചെലുത്താനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുക. പിന്നെ വരും തലമുറകൾക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥന, അതായത് വരും തലമുറകൾ, ഭാവി തലമുറകൾക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ മക്കൾക്കും അവരുടെ പേരക്കുട്ടികൾക്കും അവരുടെ ആ ഒരു വരും തലമുറകൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ആ ഒരു പ്രാർത്ഥന അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് തന്നെ നമ്മൾ ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അവരെ ദൈവികമായ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാനും ദൈവം അവരെ ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ട് ആ ഒരു ദൈവികമായ കാഴ്ചപ്പാടിലൂടെയും ദൈവത്തെ അനുസരിച്ചും അവർ മുന്നോട്ട് പോകുവാനായിട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇന്ന് നമ്മൾ ഏറ്റവും വലിയൊരു അപേക്ഷയായിട്ട് ദൈവം മുമ്പിൽ സമർപ്പിക്കേണ്ട ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ആ ഒരു ശരിയായ ചിന്തകളെ നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക.
ദൈവികമായ ആ ഒരു പാരമ്പര്യത്തെ ഈ ലോകത്ത് നമ്മൾ പോകുമ്പോൾ അവശേഷിപ്പിച്ചിട്ട് പോകാനായിട്ട് നമ്മൾ വളരെയധികം പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഭൗതികമായ സ്വത്ത് സമ്പാദ്യവും മറ്റു നേട്ടങ്ങളാണെങ്കിലും എല്ലാം താൽക്കാലികമാണ്. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ അതെല്ലാം നമ്മളിവിടെ ഉപേക്ഷിച്ചിട്ട് പോകും. അല്ലെങ്കിൽ ആ ഒരു തലമുറകളാണെന്നുണ്ടെങ്കിലും അവരും അത് കഴിയുമ്പോഴത്തേക്ക് അത് ഈ ഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് അവശേഷിപ്പിച്ചിട്ട് പോകേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്നേക്കും നിലനിൽക്കുന്നതായ ആ ഒരു ദൈവികമായ ഉദ്ദേശത്തെ എപ്പോഴും മുമ്പിൽ നിർത്തിക്കൊണ്ട് അതിനു വേണ്ടിയിട്ട് അധ്വാനിക്കുക. ഈ ലോകത്തിൽ നമ്മൾ പോയാൽ ആ ഒരു തൊട്ടടുത്ത നിമിഷം നമ്മൾ ചെല്ലുന്നത് മറ്റൊരു ലോകത്താണ്, ദൈവത്തോടൊപ്പം. അത് ഇന്ന് ചെയ്യുന്ന നമ്മളുടെ പ്രവൃത്തികൾ തീരുമാനിക്കും. നമ്മൾ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യശേഷം നമ്മൾ എവിടെയായിരിക്കും, നമ്മുടെ ആ ഒരു നിത്യത നമ്മൾ ചെലവഴിക്കുന്നത്, നമ്മുടെ ഭാവി എന്തായിരിക്കും എന്നുള്ളത്. അതാണ് ശരിയായ ഭാവി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഭൂമിയിൽ നമുക്ക് ഉള്ള ദിവസം, നമുക്ക് എത്ര നിമിഷങ്ങൾ അവശേഷിക്കുന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിന്റെ വിത്തുകൾ നടുവാനായിട്ട് നമ്മൾ ഓരോ നിമിഷവും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ പ്രാർത്ഥനകൾക്കും നമ്മുടെ പ്രവൃത്തികൾക്കും എല്ലാം മറ്റുള്ളവരുടെ ജീവിതത്തെ സ്വാധീനിക്കാനുള്ള കഴിവുകളുണ്ട്. ദൈവം അതിനു വേണ്ടിയിട്ട് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലക്ഷ്യബോധത്തോടുകൂടി നമ്മളായിരിക്കുക. നമ്മൾ ശാശ്വതമായ ആ ഒരു രാജ്യത്തിൻ്റെ ദൈവരാജ്യത്തിൻ്റെ വളർച്ചയുടെ പുരോഗതിയുടെ ഭാഗമാണ്. അപ്പോൾ നമ്മളിന്ന് എടുക്കുന്ന ആ എഫേർട്ടും എല്ലാ കാര്യങ്ങളും ആ ഒരു ദൈവികമായ പൈതൃകം നമ്മളെ പിന്നീടും പിൽക്കാലത്തും ഇപ്പോൾ നമ്മൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ പല നേതാക്കന്മാരെയും കാണുന്നത് പോലെ നമ്മളും ദൈവത്തിൻ്റെ പുസ്തകത്തിൽ, ആ ഒരു ജീവ പുസ്തകത്തിൽ നമ്മുടെ പേരും എഴുതി കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെല്ലാം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ക്രിസ്തീയ കുടുംബം എന്ന് പറയുന്നത്. ഒരു ക്രിസ്തീയ കുടുംബം അല്ലെങ്കിൽ ക്രിസ്തീയ പങ്കാളികൾ അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു രീതിയിൽ നമുക്ക് മക്കളെ വളർത്തുവാനോ മറ്റുള്ളവരെ സ്വാധീനിക്കുവാനോ അവർക്ക് വചനം പകർന്നു കൊടുക്കുവാനോ സുവിശേഷ വേല ചെയ്യുവാനോ ഒന്നിനും സാധിക്കില്ല. അപ്പോൾ എപ്പോഴും നമ്മളുടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ക്രിസ്തുവിനാണ്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ തൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ പങ്കാളിയെ സ്നേഹിക്കുക. അപ്പോൾ എപ്പോഴും യൗവനക്കാരായിരിക്കുന്നവർ ശ്രദ്ധിക്കുക, തൻ്റെ പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ക്രിസ്തീയ പങ്കാളിയെ തന്നെ തിരഞ്ഞെടുക്കുക. ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, എല്ലാത്തിനും ഉപരി ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരു പങ്കാളിയാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും ഭംഗിയായിരിക്കും. അത് നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ഏറ്റവും കൂടുതൽ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ സഹായിക്കുന്ന ഒരു കാര്യമായിരിക്കും. നമ്മുടെ മക്കളെ വളർത്തുവാനും നമ്മുടെ ആ ഒരു ക്രിസ്തീയ കുടുംബത്തെ ആ ഒരു ഭദ്രമായി സൂക്ഷിക്കുവാനും എല്ലാം നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു ടോപ്പിക്കുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു.